ആ വിധിന്യായം തുടങ്ങുന്നത് തന്നെ വിശ്വവിഖ്യാതനായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധൻ അമർത്യ സെൻ രാഷ്ട്രീയ അതിക്രമങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂട്ടിയതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ വയലൻസിനെ കുറിച്ചിട്ട് അമർത്യ സെൻ പറഞ്ഞ വാക്കുകൾ കൂട്ടിയതുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത്. അതിൽ 14 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ 14 പോയിന്റ് എടുത്ത് വായിക്കുമ്പം മനസ്സിലാകും ഇത് CPM ഇതിനകത്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചന. അതിൽ ഒന്നാമത്തെ പോയിന്റ്, 3-4 പോയിന്റ് എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് CPM-ൽ നിന്ന് പിളർന്നാണ് RMP ഉണ്ടായത്. അതുകൊണ്ട് CPM-ൻ്റെയും RMP-യുടെയും പ്രവർത്തകർ തമ്മിൽ ശത്രുതയിലായിരുന്നു ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വടകര എന്ന് പറയുന്നത് നിരന്തരം CPM ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അവിടെ RMP നേതാവ് TP ചന്ദ്രശേഖരൻ മത്സരിച്ചു. അവർ TP ചന്ദ്രശേഖരൻ പിടിച്ച വോട്ട് കൊണ്ട് ദീർഘകാലം അവിടെ ജയിച്ചിരുന്ന CPM തോൽക്കുകയും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തപ്പോൾ ആ ചന്ദ്രശേഖരനോട് CPM-നുള്ള ശത്രുത വർദ്ധിച്ചു. അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായമാണ് ഞാൻ ഈ വായിക്കുന്നത്. മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ CPM ഇയാളെ തീർക്കുമെന്ന് ഇൻ്റലിജൻസിന് ബോധ്യമായതിനെ തുടർന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ആ പോലീസ് ചന്ദ്രശേഖരന് പ്രൊട്ടക്ഷൻ വേണ്ടതാണ് എന്നവർ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയോട് ചന്ദ്രശേഖരൻ പറഞ്ഞു, എന്നെ CPM ആണ്, ഞാൻ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ CPM-ൻ്റെ ഉത്തരവാദി PK കുഞ്ഞനന്ദനും KC രാമചന്ദ്രനും ജിയോജിത് ബാബുവും പിന്നെ വേറൊരു KK കൃഷ്ണനും 4 പേര് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞെന്താണെന്നറിയോ? KK കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ പച്ചയായ പ്രസംഗത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? പൂക്കുറ്റി പോലെ ചെതറിപ്പോവും, തെങ്ങിൻ പൂക്കുല പോലെ. തെങ്ങിൻ പൂക്കുല പോലെ. ഇതൊക്കെ പ്രൊഫസർ നല്ലപോലെ കേട്ടോണം. ഇതൊക്കെ തെങ്ങിൻ പൂക്കുല പോലെ ചന്ദ്രശേഖരൻ്റെ തല ചിതറിപ്പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു CPM-നെ എതിർത്താൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നിട്ട് KK കൃഷ്ണനും KC രാമചന്ദ്രനുമായി സംസാരിച്ചു. ഇതൊക്കെയാണ് ആദ്യത്തെ 5-6 പോയിന്റുകൾ. അതിനുശേഷമുള്ള പോയിന്റുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് KK കൃഷ്ണനും KC രാമചന്ദ്രനും ജിയോജിത് ബാബുവും PK കുഞ്ഞനന്ദനും നിരന്തരം ഈ വാടക കൊലയാളികളുമായി സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണങ്ങളുടെ എണ്ണം ഉൾപ്പെടെ 14 പോയിന്റുകൾ കോൺസ്പിറസിയുടെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കോൺസ്പിറസിയുടെ കാര്യത്തിൽ കൊടുത്തിട്ട് അവർ പറയുന്നു ഇത് CPM നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അതൊക്കെ ഒന്നുകൂടെ പോയി വായിച്ചു നോക്കണം. ഇന്ന് സെൻറ്റൻസിങ്ങും കൂടെ ചേർത്ത് വിധി എന്നുവെച്ചാൽ എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കണം എന്നും കൂടെ ചേർത്തുകൊണ്ട് ഇന്ന് 166 പേജിൻ്റെ വിധിന്യായമാണ് വന്നിരിക്കുന്നത്. 155 കഴിഞ്ഞ് ബാക്കിയുള്ളത് സെൻറ്റൻസിങ് ആണ്. ആ സെൻറ്റൻസിങ്ങിൽ എന്താ ചെയ്തെന്നറിയാമോ പ്രൊഫസറെ? ഈ CPM-ൻ്റെ ഗൂഢാലോചന നടത്തിയവന്മാർക്കല്ല, അതായത് കൊടുംക്രിമിനലുകൾക്ക് മാത്രമല്ല, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി, ബാക്കിയുള്ളവന്മാർക്കെല്ലാം 1 ജീവപര്യന്തായിരുന്നു 2 ജീവപര്യന്താക്കി. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ KK കൃഷ്ണനും കണ്ണൂരത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ജിയോജിത് ബാബുവിനും ജീവപര്യന്തം കൊടുത്തു. അതിൽ KK കൃഷ്ണൻ 73 വയസ്സായിരുന്നു. 73 വയസ്സ്. അയാൾ ഭാര്യയ്ക്ക് തൂവില്ല, മകൾക്ക് തൂവില്ല, മകന് തൂവില്ല എന്നൊക്കെ വാദിച്ചു. കഴിഞ്ഞ ആളാണ്. ചാവറ്റോട്ടെ പോയി കളഞ്ഞു, ചാവറ്റോട്ടയിൽ എറിഞ്ഞു കളഞ്ഞു. രമയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു രാവിലെ, പ്രൊഫസർ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. രമ പറഞ്ഞു ഈ പ്രതികൾ വന്നിട്ട് ബന്ധുത്വത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഭാര്യയ്ക്കും മക്കൾക്കും സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷേ TP ചന്ദ്രശേഖരനൊരു അമ്മയുണ്ടായിരുന്നു, 80-കാരി. അവർ 4 വർഷം മുമ്പ് മകൻ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടതിൽ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ്റെ അമ്മ. അപ്പം ചന്ദ്രശേഖരനും അമ്മയുണ്ടെന്നുള്ള കാര്യം മറക്കരുതെന്ന് KK രമ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കണം. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് ഈ വിധി. CPM-ൻ്റെ ഗൂഢാലോചനയിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചിട്ട് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഈ കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവന്മാർക്കൊക്കെ 1ഉം 2ഉം ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. കൊടിസുനി എന്ന് പറഞ്ഞ ആ കൊടും ക്രിമിനൽ പ്രൊഫസർ മനസ്സിലാക്കണം. കൊടിസുനി എന്ന് പറഞ്ഞ ക്രിമിനലിന് 30 അവന്മാർക്ക് എല്ലാം കൂടെ ചേർന്ന് 30 മാസമാണ് പരോൾ കൊടുത്തത്. ഈ പിണറായി സർക്കാർ ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ ചെയ്യാൻ ഉൾപ്പെടെ അവനെ അനുവദിച്ചു. ആ കൊടിസുനി മുതലുള്ള ഈ ഗൂഢാലോചന പങ്കെടുത്ത ഒരൊറ്റ പ്രതികൾക്കും ഇനി പരോളില്ല.
അവർ കുത്തിയിരുന്ന് അവരുടെ കാലാവധി മിക്കവാറും ആ ജയിലിനുള്ളിൽ തീരും. അതുകൊണ്ട് CPM നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകം, അതിൻ്റെ ഗൂഢാലോചന, അതൊക്കെ കോടതിക്ക് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ കൊലപാതകം നടത്താൻ ഇനി വാളെടുക്കുമ്പോൾ CPMൻ്റെ നേതാക്കന്മാരുടെ കൈ ഒന്ന് വിറയ്ക്കും എന്നാണ് ഈ വിധിയെക്കുറിച്ചിട്ട് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്.